പല രീതിയിലുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ വളരെ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരാൾ അയാൾ സോളാർ വെച്ച് മുന്നോട്ട് പോകുന്നതാണോ നല്ലത്, അതോ അയാൾ ഇപ്പോൾ നോർമലി KCB വഴി അങ്ങനെ പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവും? നേരത്തെ ഞാൻ ചോദിക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ തന്നെ ഒരു ലീഡ്സ് നമുക്ക് കിട്ടുമ്പോൾ ആ കസ്റ്റമറുടെ കറണ്ട് ബില്ല് എത്ര ആയിരുന്നു എന്നാണ് നോക്കിയിരുന്നത്. മുമ്പൊക്കെ ഞങ്ങളൊരു 5000 രൂപ കറണ്ട് ബില്ല് കൂടുതലുള്ളവർക്കാണ് സോളാർ റെക്കമെൻഡ് ചെയ്തിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇന്ന് എല്ലാ വീടുകളും ചൂട് കൂടിയപ്പോൾ AC അതുപോലെ തന്നെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും ഇലക്ട്രിക് സ്കൂട്ടികളുണ്ട്, അതുപോലെ തന്നെ കാറുകളുണ്ട്. ചൂട് കൂടിയതിൻ്റെ ഭാഗമായിട്ട് ACയുടെ ഉപയോഗം കൂടുന്നു. എയർ ഫ്രയറുകൾ ഉപയോഗിക്കുന്നു, ഓവൻ ഉപയോഗിക്കുന്നു. ഏതൊരു സാധാരണക്കാരൻ്റെ വീട്ടിൽ വരെ ഇന്ന് 3000 രൂപയ്ക്ക് മുകളിലാണ് ബില്ല് വരുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാളാണെങ്കിൽ അവരൊരു വർഷത്തിൽ KCBക്ക് കൊടുക്കുന്നത് 6 മാസം കൊണ്ട് 30,000 രൂപയാണ്. എന്നാൽ 5000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരു കസ്റ്റമർ ഇന്ന് സബ്സിഡി കഴിച്ചിട്ട് നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വരുന്നത് 1,35,000 രൂപയാണ്. 1,35,000 രൂപ മുടക്കി കഴിഞ്ഞാൽ 2.5-3 വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, മുടക്കിയ സംഖ്യ റിട്ടേൺ കിട്ടുകയും നീണ്ട 20 വർഷക്കാലം വൈദ്യുതി സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും.